ഹലോ ഗൈസ്, ഇന്ന് മുതൽ ഞങ്ങളെല്ലാ ലൈഫ് സ്റ്റൈലും മാറ്റാൻ വേണ്ടി പോവാം. അല്ലെങ്കിൽ പുതിയൊരു അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് എന്താ പറയുക തുറന്ന ഫുഡ് കഴിക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് നോക്കാതെയും നമ്മളെ ബഡ്ജറ്റ് നോക്കാതെയും ഒരുപാട് പൈസയും കളയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ മൊത്തം ഒരു ന്യൂ ലൈഫായിരിക്കും. ന്യൂ ലൈഫ് എന്ന് ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. PCODോ തൈറോയിഡോ എന്തോ ഒന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അലാറമൊക്കെ വെച്ച് നീറ്റ് ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നേരെ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കും. മൊത്തം ഞങ്ങൾ ഒരു കൺട്രോൾഡ് ലൈഫായിരിക്കും. ഇങ്ങനെ പോയില്ലെങ്കിൽ നമ്മൾ ഇനി എവിടെ പോകേണ്ടി വരും? ഹോസ്പിറ്റലിൽ പോകേണ്ടി. ഞങ്ങൾ ആദ്യം മോർണിംഗ് വാക്കിന് പോവാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ആയപ്പോൾ നിർത്തി വെച്ചതാട്ടോ. പിന്നെ രാവിലെ എണീക്കാനുള്ള മടിയും കാര്യങ്ങളും കൊണ്ട് അങ്ങ് നിർത്തി, അതവിടെ സ്റ്റോപ്പായി പോയി. ഒരു നിമിഷം ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളൊരു കാട്ടിലെത്തിപ്പോയെന്ന് വിചാരിച്ചു. ഇയാളുണ്ടല്ലോ, എനിക്ക് ഒരു ഭാഗത്താട്ടോ അധികം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റൂട്ടിൽ നടക്കാനിറങ്ങിയ നല്ല രസമാട്ടോ. രാവിലെ ചില സ്ഥലങ്ങളിൽ നല്ല കോടയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ റംബൂട്ടാനൊക്കെ എവിടെ നോക്കിയാലും റംബൂട്ടാൻ കേട്ടോ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. റംബൂട്ടാൻ മറിച്ചാണ് വരുന്നത്. Let's try this, okay? എന്താ ഇരിക്കാൻ പിടിച്ചോണ്ടിരിക്കണ എടുക്ക്. അങ്ങനെ പൊളിക്കാറില്ല കൈസ്. നല്ല പൈസ ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് 7000 സ്റ്റെപ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാട്ടോ. ഇനി നമുക്കത് കൂട്ടി കൊണ്ടുവരണം. 10,000 ആക്കണം. അപ്പോൾ നമ്മൾ 7,000 ആയി. നാളെ നമ്മളത് 8,000 ആക്കും. പിന്നെ 9,000 അങ്ങനെ 10,000 ആക്കും. ഞങ്ങൾ വന്നപ്പം ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അങ്ങോട്ട് നോക്കൂ ലിയോ ബേബി, ഇങ്ങോട്ട് നോക്കൂ. അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തലവേദന സഹിച്ചിരിക്കേണ്ടി വരും. ഉറങ്ങുന്ന വരെ തലവേദന സഹിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇന്നലെ ഞാൻ ചായയും കാപ്പിയൊന്നും ഇന്നലെ മിന്നാന്ന് ഞാൻ കുടിക്കുന്നില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മധുരം ഇടാതെ കുറച്ച് കാപ്പി കുടിക്കാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കടലക്കറിയും കൺസിഡറേഷൻ പുട്ടും പിന്നെ ഒരു മുട്ടയും കുറച്ച് പീസ് പപ്പായ ആട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. GPTനോട് ചോദിക്കും ഞാൻ ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കാലറീസ് എത്ര ഉണ്ട്, എനിക്ക് എത്ര വേണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് ഇതിന് മുന്നോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെന്താ കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങളെ കൂടുതൽ വെയിറ്റ് ലോസ് ജേർണി, ഞങ്ങൾ സേവിങ് ജേർണി ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.